ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു 100 ഡേ സ്റ്റഡി ചലഞ്ച്. നമ്മുടെ സ്റ്റഡി ചലഞ്ചിലെ 40-ാമത്തെ ദിവസമാണ് ഇന്ന്. ലിറ്ററേച്ചറിലെ അടുത്ത ടോപ്പിക് നോക്കാം. എഴുത്തുകാർ തൂലികാനാമങ്ങൾ എന്ന ഭാഗമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തൂലികാനാമങ്ങൾ നോക്കാം. ഓരോ എഴുത്തുകാരുടെയും തൂലികാനാമങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അഭയദേവ് കെ അയ്യപ്പൻ പിള്ള. ആനന്ദ് പി സച്ചിദാനന്ദൻ. ആശാ മേനോൻ കെ ശ്രീകുമാർ. ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ. ചെറുകാട് സി ഗോവിന്ദ പിഷാരടി. സഞ്ജയൻ മാണിക്കോത്ത് രാവുണ്ണി നായർ. പവനൻ പി വി നാരായണൻ നായർ. പ്രേംജി എം പി ഭട്ടതിരിപ്പാടിന്റെ പേരാണ് പ്രേംജി. തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ. ഇടമറുക് ടി സി ജോസഫ്. എം പി അപ്പൻ എം പൊന്നപ്പൻ. എം എൻ പാലൂർ മാധവൻ നമ്പൂതിരി. എം ആർ ബി എം രാമൻ ഭട്ടതിരിപ്പാട്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇന്ദുചൂടൻ കെ നീലകണ്ഠൻ. ഏകലവ്യൻ കെ എം മാത്യു. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ഓംചേരി എൻ നാരായണപിള്ള. കപിലൻ കെ പത്മനാഭൻ നായർ. കാനം ഇ ജെ ഫിലിപ്പ്. കാക്കനാടൻ ജോർജ് വർഗീസ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കോവിലൻ വി വി അയ്യപ്പൻ. കട്ടക്കയം ചെറിയാൻ മാപ്പിള. കേസരി ബാലകൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. എൻ കെ ദേശം എൻ കുട്ടിക്കൃഷ്ണപിള്ള. എൻ വി കൃഷ്ണവാര്യർ. എൻ വി എന്ന പേരിലുള്ളത് എഴുതിയിരുന്നത് എൻ വി കൃഷ്ണവാര്യർ ആണ്. ഇനി പുളിമാന പരമേശ്വരൻ പിള്ള. തോപ്പിൽ ബാസി അല്ലെങ്കിൽ സോമൻ എന്നീ പേരുകളിൽ എഴുതിയത് ഭാസ്കരൻ പിള്ളയാണ്. നന്ദനാർ എന്ന പേരിൽ എഴുത്തുകൾ എഴുതിയിരുന്നത് പി സി ഗോപാലനാണ്. ചെറുകഥാകൃത്താണ് ഇദ്ദേഹം. ബാലസാഹിത്യ കൃതികൾ എഴുതിയ വ്യക്തിയാണ് നന്ദനാർ. പാറപ്പുറത്ത് എന്ന പേരിൽ എഴുതിയിരുന്നത് കെ ഇ മത്തായി. പമ്മൻ ആർ പരമേശ്വര മേനോൻ. പി എന്ന പേരിൽ എഴുതിയത് പി കുഞ്ഞിരാമൻ നായർ. വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ. പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തൂലികാനാമമാണ് പ്രഭ. സുരേന്ദ്രൻ എന്ന പേരിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടും അതുപോലെ നായനാരും എഴുതിയിട്ടുണ്ട്. തുളസീവനം ആർ രാമചന്ദ്രൻ നായർ. കൊടുപ്പുന്ന ഗോവിന്ദൻ ഗണകൻ. കുവെമ്പ് കെ വി കുട്ടപ്പ. ബെന്യാമിൻ ബെന്നി ഡാനിയൽ. അപ്പൊ ബെന്യാമിന്റെ യഥാർത്ഥ നാമം ബെന്നി ഡാനിയൽ എന്നാണ്. മാലി എന്ന പേരിൽ എഴുതിയത് മാധവൻ നായരാണ്. ഇദ്ദേഹം ബാലസാഹിത്യ കൃതികളാണ് കൂടുതൽ രചിച്ചത്. മാധവ് എന്ന പേരിൽ പി മാധവൻ നായർ. മലബാരി എന്ന പേരിൽ കെ ബി അബൂബക്കർ. സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ. വിലാസിനി എം കെ മേനോൻ. വി കെ എൻ വി കെ നാരായണൻ കുട്ടി നായർ. സിനിക്ക് എം വാസുദേവൻ നായർ. സുമംഗല ലീല നമ്പൂതിരിപ്പാട്. കൽക്കി ആർ കൃഷ്ണമൂർത്തി. കോഴിക്കോടൻ കെ അപ്പുക്കുട്ടൻ നായർ. എം ആർ കെ സി ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ. സൈക്കോ ഇ മുഹമ്മദ്. ടി ഉബൈദ് അബ്ദുറഹ്മാൻ. മീശാൻ കെ എസ് കൃഷ്ണപിള്ള. പി കെ നാരായണ പിള്ള. ഇ വി കൃഷ്ണപിള്ള. ബോധേശ്വരൻ കേശവപിള്ള. ബോധേശ്വരന്റെ പൂർണ്ണനാമം കേശവപിള്ള എന്നാണ്. മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി. ഇടപ്പള്ളി രാഘവൻ പിള്ള. പി അയ്യനേത്ത് എ പി പത്രോസ്. കുറ്റിപ്പുറം കേശവൻ നായർ. പാല നാരായണൻ നായർ. സുമിത്ര മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ആർ സുരേന്ദ്രൻ. ആറ്റൂർ കൃഷ്ണപിഷാരടി. സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ള. ജി എന്ന പേരിൽ എഴുതിയത് ജി ശങ്കരക്കുറുപ്പ്. ത്രിലോക സഞ്ചാരി ഇ വി കൃഷ്ണപിള്ള. ഡി സി കിഴക്കേമുറി
ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി, മാടമ്പ് കുഞ്ഞുകുട്ടൻ, പി ശങ്കരൻ നമ്പൂതിരി, എൻ കക്കാട്, നാരായണൻ നമ്പൂതിരി കക്കാട്, എം കോവൂര്, മാത്യു ഐപ്പ്, തുപ്പേട്ടൻ, എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി, രാവണപ്രഭു, മേനോത്ത് രാമകൃഷ്ണൻ നായർ, സേതുമാധവൻ, പരശുരാമൻ, മൂർക്കോത്ത് കുഞ്ഞപ്പ, സുരാസു ബാലഗോപാലൻ, എം ജോസഫ് മുണ്ടശ്ശേരി, ബാറ്റൺ ബോസ് എം ചാക്കോ, സീതാരാമൻ, പി ശ്രീധരൻ പിള്ള, അയ്യനേത്ത് ഉമ്മൻ അയ്യനേത്ത്, അരുണൻ, കെ പൊറ്റക്കാട്, അഭിമന്യു, പി രാജശേഖരൻ, കർമ്മസാക്ഷി അല്ലെങ്കിൽ അരിസ്റ്റഡ്സ് എന്ന പേരിൽ പി ഉദയഭാനു, അവലോകി, നാരായണൻ, കബീർദാസ്, ടി മുഹമ്മദ്, സരള, ടി വാസുദേവൻ നായർ, സുരേന്ദ്രൻ, അതുപോലെ ബാഹുലേയൻ എന്നീ പേരുകളിൽ കെ നായനാർ. അപ്പം സുരേന്ദ്രൻ എന്ന പേരിൽ 2 പേര് എഴുതിയിട്ടുണ്ട്. എം.എസ്. നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ കെ നായനാരും എഴുതിയിട്ടുണ്ട്. യേശുദാസൻ, ജോസഫ് മംഗലം, മലങ്കാടൻ എന്ന തൂലികാ നാമത്തിൽ കവിതകൾ എഴുതിയിരുന്നത് ചെറുകാടാണ്. അപ്പൊ ചെറുകാട് 2 പേരുകളിൽ എഴുതിയിട്ടുണ്ട്. മലങ്കാടൻ എന്ന പേരിൽ കവിതകൾ എഴുതിയിരുന്നു. ചെറുകാട് എന്ന പേരിലും അതുപോലെ മലങ്കാടൻ എന്ന പേരിലും എഴുതിയിട്ടുണ്ട്. ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട്. ഇനി അടുത്തത് അപരനാമങ്ങൾ നോക്കാം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള വലിയ കോയി തമ്പുരാനാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള പാണിനി ആർ രാജരാജവർമ്മ. കേരള ഇബ്സൺ എൻ കൃഷ്ണപിള്ള. കേരള മോപ്പസാങ് തകഴി ശിവശങ്കരപ്പിള്ള. കേരള ചോസർ ചീരാമ കവി. കേരള ഹെമിംഗ്വേ ടി വാസുദേവൻ നായർ. കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ. കേരള സ്കോട്ട് വി രാമൻ പിള്ള. കേരള എലിയറ്റ് എൻ കക്കാട്. കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരി. കേരള ക്ഷേമേന്ദ്രൻ വടക്കുംകൂർ രാജരാജവർമ്മ. കുട്ടനാടിന്റെ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ള. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. കേരള മാർക്ക് ട്വൈൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കേരള പുഷ്കിൻ എൻ വി കുറുപ്പ്. കേരളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി. കേരളത്തിലെ ജോൺ കുന്തർ കെ പൊറ്റക്കാട്. മലയാളത്തിന്റെ ഓർഫ്യൂസ് ചങ്ങമ്പുഴ. ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള. മുസ്ലിം കാളിദാസൻ മോയിൻകുട്ടി വൈദ്യർ. വിപ്ലവ കവി വയലാർ രാമവർമ്മ. മയ്യഴിയുടെ കഥാകാരൻ മുകുന്ദൻ. നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ ടി വാസുദേവൻ നായർ. ഇവിടെ ശ്രദ്ധിക്കണം, നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരാണ്, നിളയുടെ കഥാകാരൻ ടി വാസുദേവൻ നായരാണ്, മാറിപ്പോവരുത്. ഉജ്ജ്വല ശബ്ദാഢ്യൻ ഉള്ളൂർ. കേരള ഹർഷൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ഉള്ളൂരാണ്. മാതൃത്വത്തിന്റെ കവിയത്രി, വാത്സല്യത്തിന്റെ കവിയത്രി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ബാലാമണി അമ്മ. സരസകവി എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂലൂർ പത്മനാഭ പണിക്കർ. ദാർശനിക കവി ശങ്കരക്കുറുപ്പ്. കറുത്ത ചിരിയുടെ കവി അയ്യപ്പ പണിക്കർ. മൃത്യുബോധത്തിന്റെ കവി ശങ്കരക്കുറുപ്പ്. കേരള സൈഗാൾ പരമേശ്വരൻ നായർ. കേരള ക്രൂശ് ചേവ് എൻ ഗോവിന്ദൻ നായർ. കേരളത്തിലെ മിസ്റ്റിക് കവി ശങ്കരക്കുറുപ്പ്. ഋതുക്കളുടെ കവി ചെറുശ്ശേരി. ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. തിരുനെല്ലിയുടെ കഥാകാരി പി വത്സല. വിഷാദത്തിന്റെ കവി ഇടപ്പള്ളി രാഘവൻ പിള്ള. വിഷാദത്തിന്റെ കവയിത്രി സുഗതകുമാരി. ക്ഷുഭിത യൗവനത്തിന്റെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. തൃക്കോട്ടൂരിന്റെ കഥാകാരൻ കെ ഖാദർ. വിഷാദത്തിന്റെ കഥാകാരി രാജലക്ഷ്മി. തൂലിക പടവാളാക്കിയ കവി വയലാർ രാമവർമ്മ. ഇതൊക്കെ അപരനാമങ്ങളാണ്. ഇനി നമുക്ക് ഇത് എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് വള്ളത്തോൾ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു എന്ന് നോക്കാം. കേരള വാൽമീകി, കേരള ടാഗോർ, കേരള ടെന്നിസൺ, ശബ്ദസുന്ദരൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് വള്ളത്തോളാണ്. കുമാരനാശാൻ അറിയപ്പെടുന്ന പേരുകളാണ് ദിവ്യകോകിലം, വിപ്ലവത്തിന്റെ
ശുക്രനക്ഷത്രം, വിപ്ലവത്തിന്റെ കവി, നവോത്ഥാനത്തിന്റെ കവി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അപ്പോൾ വിപ്ലവത്തിന്റെ കവി, ദിവ്യകോകിലം, നവോത്ഥാനത്തിന്റെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അതുപോലെ വള്ളത്തോൾ അറിയപ്പെടുന്ന പേരുകളാണ് കേരള വാൽമീകി, കേരള ടാഗോർ, കേരള ഡെന്നിസൺ, ശബ്ദസുന്ദരൻ. ഇത്രയുമാണ് തൂലികാനാമങ്ങൾ അതുപോലെ അപരനാമങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് ഞാൻ പഠിച്ചത്. അതോടെ ഈ ടോപ്പിക് ഇവിടെ അവസാനിച്ചു. പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.